സ്തോത്രം, സ്തോത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലായി വിശ്വസിക്കില്ല. എന്നാൽ നാം അവനോടുകൂടി മണവാട്ടിയായി വാഴും. ഈ ഭൂമി കത്തിയഴിയും. കത്തിയഴിഞ്ഞ ഈ മാസീവ് എനർജി കൊണ്ട് പുതിയ ആകാശം പുതിയ ഭൂമിയും രൂപപ്പെടുകയും പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ആ പുതുവാന ഭൂമിയിലേക്ക് എഴുന്നള്ളി വരികയും നാം അത് അവകാശമാക്കി മണവാളരോടുകൂടെ 1000 യുഗായുഗമായി വാഴുകയും ചെയ്യും. ഇതാണ് കാര്യപരിപാടിയുടെ ഒരു ചെറിയ രൂപരേഖ. നമ്മളവിടെ ആരായിരിക്കും തെറ്റിദ്ധരിക്കല്ല. ചെന്ന് പാടി ഇങ്ങനെ ഇരിക്കുക. ഒത്തിരി മാതൃകകൾ ഒറ്റ വാക്കുകൾ ഒതുക്കിയിരിക്കുന്നു. റോമാലേഖനം 8:17 വാക്യത്തിൽ ക്രിസ്തയേശുവിൽ കൂട്ടവകാശികൾ. ക്രിസ്തയേശുവിൽ കൂട്ടവകാശികൾ. സ്തോത്രം. ഒരു സങ്കല്പം എനിക്ക് കൂടി ഒരു സങ്കല്പം. ഒരു $50,000 ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട് ജോയിന്റ് അക്കൗണ്ട് ആയിട്ടാ. സങ്കല്പം, ഒരു സങ്കല്പം. രസീത് എന്റെ കയ്യിലാണ്. രണ്ടുപേരും ഒപ്പിട്ട് എടുക്കാനുണ്ട്. രസീത് എന്റെ കയ്യിലാണ്. ഞാൻ ബാങ്കിൽ ചെന്നു. ബാങ്കർക്ക് ഞങ്ങളെ രണ്ടുപേരെയും അറിയാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ അറിയാം. രണ്ടുപേരും കൂടെ ഇട്ട കാശാന്നറിയാം. ഇതൊക്കെ അറിയാം. ചെന്നു ഡോക്ടർ ഞാൻ മടങ്ങിയിരിക്കാം. ഈ 50,000-ന് 25,000 എന്റെ ആണെന്ന് അറിയാം. അതെനിക്കറിയാം. അപ്പൊ രണ്ടുപേരും ഒപ്പിട്ടല്ലേ 50 കൊടുക്കാന്നേ ഒരു കാര്യമാണ്. ഞാൻ രസീത് തരുന്നു. ഞാൻ ഒപ്പിട്ടേക്കാം. 25,000 തന്നേര്. ഒക്കൂ, എടുക്കാൻ ഒക്കൂ. അതിലെ ഓരോ സെന്റും രണ്ടുപേരുടെയും കൂടെ. മനസ്സിലാവുന്നുണ്ടോ? ഓരോ സെന്റും രണ്ടുപേരുടെയും കൂടെ. അതൊരു നിയമപരമായ ഒരു ബന്ധമാണ്. ഇതുപോലാണ് കൂട്ടവകാശം. എൻ്റെ യേശു ക്രിസ്തുവിന് നിത്യതയിൽ എന്തൊക്കെ പദവികളുണ്ടോ ആ പദവികളിലെല്ലാം ഈ പാവപ്പെട്ട എനിക്കും ഒരു പങ്ക് എന്റെ ദൈവം നിയമിച്ചിരിക്കുന്നു. അല്ലേ, ഞാൻ കൂട്ടവകാശം തിരുവനന്തപുരം ദൈവം എന്നെ കണ്ടു. പ്രിയമുള്ളവരെ, അതിനനുസരിച്ചുള്ള സമർപ്പണവും കർത്താവിനോടുള്ള ഒരു സ്നേഹവും നമുക്കുണ്ട്. നമ്മൾ പഴയതിന് മരിച്ച് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിൽ മറഞ്ഞ് ഈ രാത്രി ജീവിക്കുന്നുണ്ടോ? നമുക്കൊരു നിമിഷം നമ്മളെ ഒന്ന് പരിശോധിക്കാം. ഞാൻ ഈ 4 രാത്രികളിൽ ബുധൻ വ്യാഴം വെള്ളി ശനി 4 രാത്രികളിൽ ദൈവവചനത്തിൽ നിന്നും ചുരുക്കം ചില കാര്യങ്ങൾ ഒരുമിച്ച് നമ്മളുമായി പങ്കുവയ്ക്കുക. എന്റെ സഹോദരികളെ, നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം പ്ലീസ്. സ്തോത്രം, സ്തോത്രം. ഒരു നിമിഷം സഹോദര, സഹോദരി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ വരവേത് നിമിഷവും സംഭവിക്കാം. ജീവനേക്കാളേറെ അവനെ സ്നേഹിക്കണമെന്നാണ് അവന്റെ വരവിൽ ചേർക്കപ്പെടുവാൻ ദൈവം നിയമിച്ചിരിക്കുന്ന വ്യവസ്ഥ. ഈ രാത്രിയിൽ സ്തോത്രം. ഈ 4 ദിവസം ഞങ്ങൾ പറഞ്ഞ ദൈവവചനത്തിന് മുമ്പിൽ ഒരു പുതിയ സമർപ്പണത്തിന്, അതെ, ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ട ദൈവവചനത്തിന് മുമ്പിൽ ഞാനൊരു പുതിയ സമർപ്പണം ദിവസങ്ങൾ എടുത്തു. സ്തോത്രം. ഹൃദയം കൊണ്ട് നിങ്ങൾ എടുത്ത ആ സമർപ്പണം നിങ്ങൾ പ്രായോഗികത്തിൽ വരുത്തുവാനായി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്തോത്രം, അതിൽ ദൈവകൃപ നിങ്ങളുടെ ഉണ്ടാകേണ്ടതിന് സ്തോത്രം, ദൈവത്തിന് വെച്ചിരിക്കുന്ന വ്യവസ്ഥ സാക്ഷി വചനത്താൽ സാത്താനെ ജയിച്ചു എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് മുമ്പിൽ ഞാനൊരു പുതിയ സമർപ്പണം ദിവസങ്ങൾ എടുത്തു. കർത്താവിനെ സ്നേഹിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവിന് വേണ്ടി എന്നെ ഏൽപ്പിച്ചുകൊടുക്കാൻ ഞാൻ മനസ്സിലാക്കുന്നു. അവന്റെ മണവാട്ടിയായി അവനോടുകൂടി ആയിരിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ.